അച്ഛാ അച്ഛാ, സ്കൂളിൽ പോവാൻ സമയം. എണീക്കച്ചാ, എണീക്കച്ചാ, സ്കൂളിൽ പോണ്ടേ? As he trudged along to school, it was always Johnny seemed to be looking at the sky and the clouds that floated by. As he trudged along to school, it was always Johnny seemed to be looking at the sky and the clouds that floated by. Ayo! As he trudged along to school, it was always Johnny seemed to be looking at the sky and the clouds that floated by. As he trudged along to school, it was always Johnny seemed to be looking at the sky. കവിൻ, നീ ഏതാ എക്സാം? Don't disturb me. കവിൻ, ബൈഡാ. എനിക്ക് ബായ് പറയാനുള്ള സമയമൊന്നുമില്ല. ഇന്ന് എനിക്ക് എക്സാമാ. ആ പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓരോ ചോദ്യത്തിന് 2 ആൻസർ വെച്ച് എഴുതുന്നാ എനിക്ക് തോന്നുന്നേ. ഇവ ഭയങ്കര പഠിത്തമാണല്ലോ. അയ്യോ, സോറി. എടാ അളിയ, നിലത്ത് നോക്കി നടക്കണ്ടേ? എന്താടാളിയ വന്നപ്പോ തൊട്ട് ബുക്ക് നോക്കിയിരിക്കുന്നേ? എടി നീല, ഇന്നത്തെ എക്സാമിൽ ഞാനാണോ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അതോ നീയാണോ നമുക്ക് നോക്കാം. അയ്യോ, പഠിച്ചെല്ലാം മറന്നുപോയല്ലോ. ഇപ്പൊ ഒന്നും ഓർമ്മയിൽ വരുന്നില്ലല്ലോ. അയ്യോ എന്തൊന്നും ഓർമ്മയിലേക്ക് വരാത്തത്? അളിയൻ എക്സാം എഴുതാതെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. എന്റെ അമ്മേ, ഞാൻ പാസ്സാവും ഉറപ്പാ. കവിൻ, നീ വിൻ ചെയ്യോടാ. വിഘ്നേഷ് 85 മാർക്ക്. മിഥുൻ 90 മാർക്സ്. നില 100 ഔട്ട് ഓഫ് 100. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. എന്താ നിനക്ക് 100-ല് 100? അപ്പൊ എനിക്ക് 110 കിട്ടുമോ? എടാ 110 അല്ലടാ, വെറും 10 കിട്ടുള്ളൂ. അയ്യോ കവിൻ, എഴുന്നേറ്റ് വന്നേ. ഇതെന്താ മിസ് ഇത്ര ദേഷ്യപ്പെട്ട് വിളിക്കുന്നത്? നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കേട്ടില്ലേ? ഇതാ വരാണ് മിസ്.
എത്ര മാർക്ക് കിട്ടുമെന്നാ പ്രതീക്ഷിക്കുന്നെ? 100-ല് 100 കിട്ടും മിസ്. ഇപ്പൊ കിട്ടും. വെറും 5 മാർക്കാ കിട്ടിയിരിക്കുന്നെ. പിടിക്ക്. ഇത് 5 മാർക്കേ ഉള്ളൂ. ഞാനാണോ എഴുതിയത്? വേറെ ആരും എഴുതിയ പോലെയാണല്ലോ ഞെട്ടലോട് സംസാരിക്കുന്നെ.